ലൂക്കോസ് 23 43 യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ട മറ്റ് 2 പേരെ ദുഷ്പ്രവൃത്തിക്കാർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവരെ കള്ളന്മാർ എന്നും വിളിച്ചിരിക്കുന്നു. എന്നാൽ അവർ മോഷണക്കുറ്റം ഉള്ളവരായിരുന്നില്ല. കാരണം മോഷണത്തിന് ഒരിക്കലും ക്രൂശീകരണം നൽകിയില്ല. അവർ റോമ ഗവൺമെൻറ്റിനെതിരെ വിപ്ലവം നയിച്ചിരുന്ന വ്യക്തികളായിരുന്നിരിക്കാം. എന്നാൽ അവരെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ദുഷ്പ്രവൃത്തിക്കാരെ ഇടത്തും വലത്തും യേശുവിനെ നടുവിലുമായിട്ടാണ് ക്രൂശിച്ചത്. ഈ 2 പേർക്കും യേശുവിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് വ്യക്തമാണ്. 2 പേരുടെയും പ്രതികരണങ്ങൾ വ്യത്യസ്തമാണ്. ഒരാളിൽ നിന്ന് ഉയരുന്നത് നിരാശയുടെ സ്വരമാണ്. നീ ക്രിസ്തുവെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറയുന്നു. അവൻ ഭൗതികമായ രക്ഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ വ്യക്തിയിൽ നിന്ന് ഉയരുന്നത് അപേക്ഷയുടെ സ്വരമാണ്. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. അതിന് മറുപടിയായിട്ടാണ് യേശു രണ്ടാമത്തെ മൊഴി പറഞ്ഞത്. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും. പർദീസ എന്നത് ദുഃഖങ്ങളില്ലാത്ത ഒരു സ്ഥലമായിട്ടാണ് കരുതിയിരിക്കുന്നത്. ഇതിനെയാണ് നാം സ്വർഗമെന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ വ്യക്തി ആത്മീയ രക്ഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ലോകത്തിലെ ജീവിതത്തിനപ്പുറം നിത്യജീവിതമുണ്ട് എന്നവൻ വിശ്വസിച്ചു. ഇത് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവിന് കാരണമായി. ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഉറപ്പിക്കാം.